ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സിനായിരുന്നു നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ഇത് ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്കിലെ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാക്കിലെ ബ്രേക്സ് നമുക്കത് മാറ്റാറായിരുന്നു കേട്ടോ. അതിന് മാക്സിമം അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടുണ്ട്. ക്യാമൊക്കെ ഉണ്ട്. ഫുള്ളായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ബാക്ക് ഇറക്കിയിട്ടാണ് ഉപയോഗിച്ച് കൊണ്ടിരുന്നത്. അപ്പോൾ മാക്സിമം നമ്മളത് ഉപയോഗിച്ചിട്ടുണ്ട്. കിടക്കുന്നത് ഒരു കമ്പനി ബ്രേക്സ് ഒന്നുമല്ല, ഒരു കുറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ബ്രേക്സാണ് കിടക്കുന്നത്. എന്തായാലും നമുക്കത് മാറ്റി കളയണം. ബാക്കിലെ ബ്രേക്സ് നമുക്ക് മാറ്റണം. അതുപോലെ വീലിൻ്റെ റബ്ബർ അത് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചെയിൻ സ്പോക്കറ്റ് ഈ ഇടയ്ക്ക് മാറ്റിയതാണ്, അപ്പോൾ മാറ്റിയിട്ടുണ്ട് നമ്മളത്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ചെയിനൊക്കെ നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട്. നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ചെയിനൊക്കെ നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ വണ്ടി പിക്കപ്പിലൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകും. എയർ ഫിൽറ്റർ വേണം, ഫുള്ള് ബ്ലോക്കാണ്. അത്യാവശ്യം നല്ല രീതിയിൽ എയർ ഫിൽറ്റർ ബ്ലോക്കായി കിടക്കുകയാണ്. അപ്പോൾ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററും മാറ്റണം. അതുപോലെ ഈ പ്ലഗും മാറ്റണം. എയർ ഫിൽറ്ററും പ്ലഗും കൂടി നമുക്ക് ഒരുമിച്ചാണ് മാറ്റേണ്ടത്. എയർ ഫിൽറ്ററും പ്ലഗും മാറ്റണം. അതുപോലെ ഈ ചോക്കിൻ്റെ കേബിള് പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ ചോക്കിൻ്റെ കേബിൾ നമുക്ക് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യണം. പിന്നെ പിക്കപ്പിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറയുമ്പോൾ നമ്മൾ കാർബറേറ്ററും കൂടി വെച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. കാർബറേറ്ററൊക്കെ അത്യാവശ്യം ചെളിയുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്ലീനർ വെച്ചിട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് അതിൻ്റെ ഈ സ്ലോ ജെറ്റ് ചെറിയൊരു ബ്ലോക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജെറ്റ് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കാം. പിന്നെ എൻജിൻ ഓയിൽ. അപ്പോൾ എൻജിൻ ഓയിൽ ആകെയുള്ള ഓയിലാണിത്. എൻജിൻ ഓയിലിൻ്റെ അവസ്ഥ ഇതാണ്. ഒരു 50 വലിയ ഓയിൽ തികച്ചില്ല കേട്ടോ എൻജിനിൽ. അപ്പോൾ ഇടയ്ക്ക് ഓയിൽ ചെക്ക് ചെയ്യണം. എൻജിൻ ഓയിൽ നല്ല രീതിയിൽ ലെവൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറയുന്നുണ്ടെങ്കിൽ അതൊരു കംപ്ലയിൻ്റ് ആണ്. നമുക്കൊരു 1000 കിലോമീറ്റർ കഴിയുമ്പോൾ, ഇപ്പോൾ ഓയിൽ മാറ്റിയിട്ട് ഒരു 1000 കിലോമീറ്റർ കഴിയുമ്പോൾ ഓയിലൊന്ന് ചെക്ക് ചെയ്യണം. കുറയുന്നുണ്ടോയെന്നൊന്ന് നമുക്ക് നോക്കണം. കുറയുന്നില്ലെങ്കിൽ ഒക്കെ, കുറയുന്നുണ്ടെങ്കിൽ കംപ്ലയിൻ്റ് ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പുതിയ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ ഫ്ലോ വരാനൊക്കെ ചാൻസ് കൂടുതലാണ്. തൽക്കാലം നമുക്ക് ഓയിൽ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം. അതേപോലെ അതിൻ്റെ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാറ്ററി ഇരിക്കുന്നത് ആമറോണിൻ്റെ 2021 മോഡൽ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ സെൽഫൊക്കെ വർക്കിംഗ് ആണ്. എന്നാലും ബാറ്ററിക്ക് വല്ല കംപ്ലയിൻ്റ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.62 ആ ലെവലിലേക്ക് വോൾട്ട് കാണിക്കുന്നുണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഡാമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിലവിൽ ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ സെൽഫിൻ്റെ എന്തെങ്കിലും കൂടുതൽ പ്രശ്നം കാണിക്കുമ്പോൾ അപ്പോൾ മാറ്റി കളഞ്ഞാൽ മതി. അപ്പോൾ അതിന് വേണ്ടി മാറ്റണമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ. അതേപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് 4 കോയിൽ ലീക്കിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിരുന്നു. അപ്പോൾ 4 കോയിൽ ലീക്ക് നമുക്ക് ഈ ഫോർക്ക് അയച്ചു കഴിഞ്ഞാൽ ഈ ഒരു ട്യൂബ് നല്ല ലീക്കുള്ള ഷോക്കിൻ്റെ ഈ ഒരു പൈപ്പ് ഇവിടെ പുറമേ തന്നെ കാണുന്നുണ്ട്. ഈ ട്യൂബ് കംപ്ലയിൻ്റ് ആണെന്ന് നമുക്ക് പുറമേ തന്നെ കാണുന്നുണ്ട്. മറ്റേ ട്യൂബ് ചെറിയൊരു ലീക്ക് സ്റ്റാർട്ടിംഗ് ആണ്. പക്ഷേ പുറമേ നോക്കുമ്പോൾ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണില്ല. പിന്നെ അയച്ചു കഴിഞ്ഞാലാണ് നമുക്ക് കൂടുതൽ കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് പറയാൻ പറ്റുള്ളൂ. അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ട്യൂബ് എന്തായാലും മാറ്റേണ്ടി വരും. അത് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അതും മാറ്റേണ്ടി വരും. തേയ്മാനം കൂടുതലുണ്ടെങ്കിലോ മാറ്റേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ലായിരുന്നു. അതിന് നമുക്ക് അതിൻ്റെ ഈ കേബിളും മാറ്റണം. ഇതിൻ്റെ ഈ പിനും സെറ്റും മാറ്റണം കേട്ടോ. എന്നാലാണ് ആ സ്പീഡോമീറ്റർ കറക്റ്റായിട്ട് വർക്കിംഗ് ആവുള്ളൂ. പിന്നെ അതുപോലെ വീൽ ബാരിങ്ങിന് ചെറിയൊരു ഷേക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി ചെയ്യേണ്ടി വരും. പിന്നെ വണ്ടി ഡിസ്കിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിരുന്നു. ഡിസ്ക് ഇടയ്ക്ക് കയറിപ്പിടിക്കുന്നില്ല. അതിൻ്റെ ഡിസ്കിൻ്റെ പാഡ് നമുക്കത് മാറ്റണം. പാഡ് അത്യാവശ്യം ഫുള്ളായിട്ട് തേഞ്ഞിട്ടുണ്ട്. ഈ പാഡൊന്ന് മാറ്റിയിട്ട് ഈ ഫുള്ളായിട്ട് നമുക്ക് ഈ എംസിനെ അവിടെ ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ബ്രേക്ക് കൂടൊക്കെ മാറ്റിയിട്ട് റീസെറ്റ് ആക്കേണ്ടി വരും. എന്നാലാണ് ആ ഡിസ്ക് ബ്രേക്ക് കൂടി നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ. പിന്നെ അങ്ങനെ വേറെ പറയുമ്പോഴത്തേക്ക് കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ 2 സൈഡ് ഗ്രിപ്പ് മാറ്റിയിടാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇവിടുന്നൊക്കെ നല്ല രീതിയിൽ ജർക്കിങ് സൗണ്ടൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. അതിൽ ഫ്രണ്ടിലെ എസ്റ്റിമേറ്റ് കൂട്ടുന്നില്ല. അത് അയച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത്ര ഉറപ്പ് പറഞ്ഞാൽ മാത്രമേ അത് അയച്ച് ചെയ്യുള്ളൂ. അയച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു ട്യൂബ് മാറ്റേണ്ടി വരും. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ ഒന്ന് പ്രത്യേകം പറഞ്ഞാൽ മതി. അപ്പോൾ കസ്റ്റമർ കാർഡിൽ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അയച്ചു കഴിഞ്ഞാൽ ട്യൂബ് മാറ്റണം. ആ ട്യൂബ് മാറ്റണം അങ്ങനത്തെ രീതിയിൽ ചെയ്തിട്ട് അത് കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഫ്രണ്ടിലെ എസ്റ്റിമേറ്റ് കൂടാതെ അതിൻ്റെ ഷോക്കപ്പിൻ്റെ ഓയിൽ ലീക്കും ഫോർക്ക് പൈപ്പൊന്നും കൂടാതെ ബാക്കി ഡിസ്കിൻ്റെ ഒക്കെ കൂട്ടിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. എന്നിട്ട് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ.